कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूला कर्तव्यं കൗസല്യ സുപ്രജ രാമപൂർവ സന്ധ്യാ പ്രവർത്തതെ എന്നാരംഭിക്കുന്ന സുപ്രഭാതം കേൾക്കാത്തവരായി ആരും ഉണ്ടാവില്ല. വാൽമീകി രാമായണത്തിലെ ബാലകാണ്ഡത്തിൽ യാഗം കഴിഞ്ഞ് സരയൂ നദീ തീരത്തുറങ്ങുകയായിരുന്ന ശ്രീരാമനെ ഉണർത്താനായി വിശ്വാമിത്ര മഹർഷി ചൊല്ലുന്നതാണിത്. ഈ ശ്ലോകം അടിസ്ഥാനമാക്കി രചിച്ചതാണ് വെങ്കടേശ സുപ്രഭാതം. 14-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രതിവാദി ഭയങ്കരം അണ്ണൻകാരാചാര്യയാണ് വെങ്കടേശ സുപ്രഭാതം ചിട്ടപ്പെടുത്തിയത്. വൈഷ്ണവാചാര്യനായിരുന്ന മണവാള മാമുനികളുടെ ശിഷ്യനായിരുന്നു പ്രതിവാദി ഭയങ്കരം അണ്ണൻ എന്നറിയപ്പെട്ടിരുന്ന അണ്ണൻകാരാചാര്യ. മൊത്തം 70 ശ്ലോകങ്ങളുള്ള വെങ്കടേശ സുപ്രഭാതത്തിന് 4 ഭാഗങ്ങളുണ്ട്. സുപ്രഭാതം, സ്തോത്രം, പ്രപതി, മംഗളാശാസനം എന്നിങ്ങനെയാണ് 4 ഭാഗങ്ങൾ. ആദ്യ ഭാഗമായി സുപ്രഭാതത്തിൽ 29 ശ്ലോകങ്ങളുണ്ട്. ഭഗവാനെ ദിവ്യമായ നിദ്രയിൽ നിന്ന് ഉണർത്തുന്നതാണ് ഈ ഭാഗം. രണ്ടാമത്തെ ഭാഗമായ സ്തോത്രത്തിൽ ഭഗവാനെ പ്രകീർത്തിച്ചു പാടുന്ന ഭാഗമാണ്. ഇതിൽ 11 ശ്ലോകങ്ങളുണ്ട്. 16 ശ്ലോകങ്ങളുള്ള പ്രപതിയാണ് മൂന്നാമത്തെ ഭാഗം. ഭഗവാനോടുള്ള ഭക്തിയിൽ ഭഗവാനെ ശരണാഗതി അടയുന്നതാണ് ഈ ഭാഗം. മംഗളാശാസനമാണ് 4-ാം ഭാഗം. 14 ശ്ലോകങ്ങളുള്ള മംഗളാശാസനത്തിൽ സ്തുതിഗീതമാണ് ഉൾക്കൊണ്ടിരിക്കുന്നത്. തിരുപ്പതി തിരുമല വെങ്കടേശ്വര സ്വാമി ക്ഷേത്രത്തിൽ നിത്യവും അതിരാവിലെ വെങ്കടേശ്വര സുപ്രഭാതം പാടിയാണ് ഭഗവാനെ പള്ളി ഉണർത്തുന്നത്. ഭഗവാന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിലേക്ക് കടക്കാനായി ഭഗവാനെ പള്ളി ഉണർത്തുന്ന ചടങ്ങാണിത്. ശയന മണ്ഡപത്തിലാണ് ഭഗവാനെ പള്ളി ഉണർത്തുന്ന ചടങ്ങ് നടക്കുന്നത്. വെങ്കടേശ പെരുമാളിന്റെ പ്രതിരൂപമായ ഭോഗ ശ്രീനിവാസ മൂർത്തിയെ ഈ സമയം ശയന മണ്ഡപത്തിൽ നിന്നും ഗർഭഗൃഹത്തിലേക്ക് കൊണ്ടുവരും. പ്രശസ്ത ഗായിക MS സുബ്ബലക്ഷ്മിയുടെ ശബ്ദത്തിലൂടെ വെങ്കടേശ്വര സുപ്രഭാതം ആൾ ഇന്ത്യ റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്യാൻ തുടങ്ങിയതോടെ സുപ്രഭാതത്തിന്റെ പ്രശസ്തി വർദ്ധിച്ചു. അനുഗ്രഹീത ഗായികയുടെ ശബ്ദത്തിലൂടെ മിക്ക വീടുകളിലും ക്ഷേത്രങ്ങളിലും വെങ്കടേശ്വര സുപ്രഭാതം ദിനചര്യയുടെ ഭാഗമായി മാറി. ഒരു ദിവസത്തിന്റെ തുടക്കം ഭക്തിസാന്ദ്രമായി ആരംഭിക്കുന്നതിൽ വെങ്കടേശ്വര സുപ്രഭാതം പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. त्रैलोक्यं मङ्गलं गुरु मातः समस्त जगदाम्ब तु कैढपारे वक्षो विहारिणि मनोहर दिव्यमूर्ते श्रीस्वामिनि श्रित जनप्रिय यदानशीले श्रीवेङ्कटेश दैते तव सुप्रभातम्।